അനവധി നാഴിക ദൂരെ നിന്നാണ് ആ വയോധികൻ തെക്കേക്കളം തറവാട്ടിലെത്തിയത്. യാത്രയുടെ അലച്ചിലും ക്ഷീണവും താങ്ങാൻ കെൽപ്പില്ലാത്ത പ്രായം. ആകെ ക്ഷീണിതനും നിരാശനുമായാണ് അദ്ദേഹം എത്തിപ്പെട്ടത്. ഗോവിന്ദമേനോൻ പൂമുഖത്തിരുന്ന് അന്നത്തെ പത്രങ്ങൾ വായിക്കുകയായിരുന്നു. നേരം 7 മണിയോടടുത്തിട്ടേയുള്ളൂ. ഗേറ്റ് കടന്നുവരുന്ന അയാളെ പൂമുഖത്തിരുന്ന് തന്നെ മേനോൻ ശ്രദ്ധിച്ചിരുന്നു. ദിവസേന ഇങ്ങനെ അനേകർ വന്നുപോകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എവിടെ നിന്നോ വരുന്ന ആരോ ഒരാൾ എന്നതിലപ്പുറം പ്രാധാന്യം കാണുന്നുമില്ല. പൂമുഖത്താഴെ വന്നുനിന്ന് വൃദ്ധൻ കൈകൂപ്പി. വരൂ. ഗോവിന്ദമേനോൻ ആഗതനെ ക്ഷണിച്ചു. ആരുതന്നെയായാലും അവർ വരുന്നത് എന്തിനു വേണ്ടിയായാലും വീട്ടിലേക്ക് വരുന്നവർ അതിഥികളാണ്. അതിഥികൾ ശത്രുക്കളാണെങ്കിൽ പോലും അവരെ മാന്യമായി കരുതുക എന്നതാണ് തറവാടികളുടെ ലക്ഷണം. തറവാട്ടിൽ പിറന്നവർക്ക് അതിന് കഴിയൂ എന്നത് മറ്റൊരു കാര്യം. അക്കാര്യത്തിൽ ഗോവിന്ദമേനോൻ തികഞ്ഞ തറവാടി തന്നെയായിരുന്നു. വീടിന് പുറത്ത് ആരെന്തുമായിക്കൊള്ളട്ടെ, വീട്ടിലെത്തുമ്പോൾ അവർ തൻ്റെ അതിഥികൾ തന്നെ. വൃദ്ധൻ അരമതിലിൻ്റെ കൈവരയിൽ പിടിച്ചുകൊണ്ടാണ് ഉമ്മറത്തേക്ക് കയറിയത്. അദ്ദേഹം നന്നേ വിയർത്തിരുന്നു. നേരത്തെ വിറയലും ഉണ്ടോ എന്ന് സംശയം. ഞാൻ ഇവിടെ ഇരുന്നു കൊള്ളട്ടെയോ? ക്ഷീണിച്ച സ്വരമായിരുന്നു വൃദ്ധൻ്റേത്. ഇരിക്കൂ ഇരിക്കൂ. ഗോവിന്ദമേനോൻ ഒരു കസേര മുന്നിലേക്ക് നീക്കിയിട്ടു. പത്രം മടക്കി ടീപ്പോയിലിട്ടു. ഏതാനും നിമിഷങ്ങൾ നിശബ്ദം കടന്നുപോയി. ഞാൻ കുറേയേറെ ദൂരെ നിന്നാണ്. ഇന്ന് രാത്രി ഇവിടെ എത്തി വൈകിയതുകൊണ്ട് ക്ഷേത്രത്തിണ്ണയിലിരുന്ന് നേരം വെളുപ്പിച്ചു. രാത്രിയിൽ ഇങ്ങോട്ട് വരുന്നത് മര്യാദയല്ലല്ലോ. പുലർച്ചെ എണീറ്റ് നടന്നു. ചോദിച്ചും കേട്ടും ഇവിടെ എത്തി. തെക്കേക്കളം തറവാട് കണ്ടെത്താൻ ഏതായാലും ബുദ്ധിമുട്ടുണ്ടായില്ല. ഇടയ്ക്കിടെ നിർത്തി നിർത്തി വൃദ്ധൻ പറഞ്ഞു. ഗോവിന്ദമേനോൻ അനിഷ്ടമൊന്നും പ്രകടിപ്പിക്കാതെ അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എനിക്കിത്തിരി വെള്ളം കിട്ടുമോ? നടന്നു വന്നതിൻ്റെ ക്ഷീണം ഇത്തിരി കട്ടിയാണേ. വയസ്സാങ്കാലത്ത് ഈ നടത്തത്തിന് വ്യായാമമെന്ന് പറയുന്നതെങ്ങനെ? വൃദ്ധൻ വെറുതെയൊന്ന് ചിരിച്ചു. ചിലർക്ക് ജീവിതം മുഴുവൻ പ്രാരാബ്ധമാണ്. ജനിച്ചു വീഴുമ്പോൾ തുടങ്ങി അങ്ങ് പോകും വരെ വലിയ മാറ്റമൊന്നും കാണില്ല. അങ്ങനെയുള്ളവർ ഇതാ എന്നെപ്പോലെ 80 കഴിഞ്ഞാലും ഇങ്ങനെ അലയേണ്ടി വരും. ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നുവെങ്കിലും തോളിലെ 2ാം മുണ്ടെടുത്ത് അദ്ദേഹം വീശിക്കൊണ്ടിരുന്നു. മോളെ, ഒരു ചായ എടുത്തോളൂ. വാതിൽ പിന്നിലെത്തിയ ജയലക്ഷ്മിയോട് മേനോൻ പറഞ്ഞു. അങ്ങനെ പതിവുള്ളതല്ല. തെക്കേക്കളം തറവാട്ടിൽ വരുന്നവർക്ക് മുഴുവൻ ചായ കൊടുക്കാൻ പോയാൽ അതിനു മാത്രമേ എല്ലാവർക്കും നേരം കാണൂ. എന്തുകൊണ്ടോ ആ വൃദ്ധനോട് ഗോവിന്ദമേനോന് താൽപ്പര്യമായി. വയസ്സായവരുടെ നേരെ ഇത്തിരി കരുണ കൂടുതലുള്ളയാളാണ് മേനോൻ. അതങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം എല്ലാവരോടും പറയാറുമുണ്ട്. അതിനുള്ള കാരണവും അദ്ദേഹം വിശദീകരിക്കും. അവർക്കു നമ്മൾ അഥവാ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ തന്നെ അത് എത്ര നാളേക്ക് വേണം? ഏതു ദിവസവും നമ്മെ പിരിയാൻ സാധ്യതയുള്ളവരാണ് വൃദ്ധജനങ്ങൾ. മറ്റുള്ളവരങ്ങനെയല്ല. ആരോഗ്യമുള്ള ഒരാൾക്ക് അവധി വെച്ചാലും ഇക്കൂട്ടരെ അങ്ങനെ ചെയ്തുകൂടാ. നാളെയെന്ന് പറഞ്ഞു വിട്ടാൽ ഒരുപക്ഷെ അവർക്ക് നാളെ വരാൻ കഴിയുമെന്ന് എന്താണൊരു ഉറപ്പ്? പിറ്റേന്ന് അവരെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്നേക്കുമുള്ളൊരു മനപ്രയാസത്തിന് കാരണമാകും. നമ്മുടെ ഒരു പ്രവൃത്തിയിലുണ്ടായ പിഴവ് കൊണ്ട് വെറുതെ ഒരു വേദന മനസ്സിൽ നൽകുന്നത് എന്തിനാണ്? ഇപ്പറഞ്ഞത് സ്വന്തം ജീവിതത്തിൽ അക്ഷരം പ്രതി പാലിക്കാറുണ്ട് ഗോവിന്ദമേനോൻ. വീട്ടിലെത്തുന്ന പിച്ചക്കാരെ പോലും ഒഴിവാക്കാറില്ല. കുട്ടികളോ മധ്യപ്രായം എത്തിയവരോ ആര് വന്നാലും ചില്ലിക്കാശ് കൊടുക്കില്ല മേനോൻ. അതിനുമുണ്ട് അദ്ദേഹത്തിന് ന്യായീകരണം. കുട്ടികളെ പണം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അലസരായി ജീവിക്കാൻ അവർക്ക് കൂട്ടുനിൽക്കുകയാണ് നാം. അതവർക്കൊരു ശീലമായാൽ പിന്നെ സ്വയം അധ്വാനിച്ചു ജീവിക്കുക എന്നൊന്ന് ആലോചിക്കുക പോലുമില്ല അവർ. അത്തരക്കാരാണ് ഇത്തിരി മുതിർന്നാൽ കള്ളന്മാരും പിടിച്ചുപറിക്കാരും ഒക്കെയാവുക. കാരണം അധ്വാനിക്കാതെ ജീവിക്കാൻ അവർ പഠിച്ചു വന്ന മാർഗം തെളിയിക്കുന്നത് അങ്ങോട്ട് തന്നെയാവും. അതുപോലെ ചെറുപ്പക്കാരും ഒരു കൈയോ അല്ലെങ്കിൽ ഒരു കാലോ നഷ്ടപ്പെട്ടവരാണ് ഈ വഴിയിലേക്ക് നയിക്കപ്പെടുന്ന മറ്റൊരു കൂട്ടർ. ഒരു കാലില്ലെങ്കിലും സ്വയം അധ്വാനിച്ച് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റും.
അംഗഭംഗം എന്നത് അധ്വാനിക്കാതിരിക്കാനുള്ളൊരു മറയല്ല. അതിഥിക്ക് ചായ എടുക്കാൻ പോകുമ്പോൾ ജയലക്ഷ്മി ഓർത്തതും ഇതൊക്കെയാണ്. ഇത്രയേറെ ബുദ്ധിമുട്ട് ഇവിടെ വരെ വന്നതിന് എന്താണാവോ? ഗോവിന്ദമേനോൻ ചോദിച്ചു. ഒരു ദുരന്തമുണ്ടായി എനിക്ക്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ദാരുണാനുഭവം തന്നെയാണേ. ഒരെത്തും പിടിയും കിട്ടാതെ അങ്ങനെ വലയുമ്പോഴാണ് പത്രങ്ങളിലൂടെയും മറ്റും ഇവിടുത്തെ ഒരു കുട്ടിയെക്കുറിച്ച് കേട്ടത്. അന്നേരം മുതൽ മനസ്സിലൊരു തോന്നൽ, പഴയ മനസ്സിൻ്റെ തോന്നലല്ലേ, പാഴാവില്ലെന്നൊരു വിശ്വാസം. ചോദിച്ചു മറിഞ്ഞും ഞാൻ തന്നെ ഇറങ്ങിത്തിരിച്ചത് അതിനായിട്ടാണ്. വൃദ്ധൻ ഒന്ന് നിർത്തി ദീർഘനിശ്വാസം ഉതിർത്തു. ഉദ്ദേശിച്ചതുപോലെ തന്നെ മീനാക്ഷിയെ കാണാനുള്ള വരവാണ്. വാസുദേവൻ എന്നാണ് അവൻ്റെ പേര്. വരുന്നത് തിരുവില്ലാമലയിൽ നിന്നാണ്. ആശാരിപ്പണിയാണ് കുലത്തൊഴിൽ. എനിക്കൊരു മകനായിരുന്നു കരുണാകരൻ. കുലത്തൊഴിൽ തന്നെയായിരുന്നു അവനും. കരുണന് 5 പെൺമക്കളാണ്. 4 പേരെയും ഞാൻ തന്നെ വിവാഹം ചെയ്തയച്ചു. തരക്കേടില്ലാതെ ജീവിക്കുന്നു അവർ. ഏറ്റവും ഇളയവൾക്ക് വയസ്സ് 26. വൈകി, വളരെ വൈകി കല്യാണത്തിന്. എന്നാലും 2 മാസം മുൻപ് ഒരു നല്ല ബന്ധം ഒത്തുവന്നു. അതുറപ്പിച്ചു. സ്ത്രീധനായിട്ട് 19,000 രൂപയും 20ഓളം പവൻ്റെ ആഭരണങ്ങളും ഞാൻ കരുതി. നിശ്ചയ ദിവസം പണം കൊടുക്കണം. ആഭരണങ്ങൾ ചെറുക്കൻ കൂട്ടരെ കാട്ടുകയും വേണം. വൃദ്ധൻ കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു തുടങ്ങി. വിവാഹത്തിന് ഒരുക്കങ്ങളെല്ലാം നടത്തി. നിശ്ചയ ദിവസം ചെറുക്കൻ കൂട്ടർ വന്നു. ചടങ്ങിൽ വെച്ച് പണമെടുക്കാൻ പെട്ടി തുറന്നപ്പോഴാണ് അറിയുന്നത് തുകയും ആഭരണങ്ങളും കാണാനില്ല. അവൾ അണിഞ്ഞൊരു കൊച്ചു മാലയൊഴിച്ച് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. തളർന്നു വീണുപോയി ഞാൻ. നിശ്ചയം നടത്താതെ ചെറുക്കൻ കൂട്ടർ പോയി. വീട്ടിൽ അലമുറ തുടങ്ങി. എൻ്റെ അധ്വാനത്തിൻ്റെ അവസാനത്തെ പൈസ പോലും മാറ്റിവെച്ചാണ് ഇത്രയും ഞാൻ ഉണ്ടാക്കിയത്. മകനുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. പറഞ്ഞില്ലല്ലോ ഞാൻ. ഇന്നില്ല, ഇന്നെന്നല്ല, അവനെനിക്കുണ്ടായിരുന്നേയില്ല. 5 മക്കളായ കാലത്ത് ഒരു കെട്ടിടം പണിതുകൊണ്ടിരുന്നപ്പോൾ മുകളിൽ നിന്ന് വീണാണ് അവൻ മരിച്ചത്. അന്നു മുതൽ ആ 5 കുട്ടികളെയും വളർത്തിയത് ഞാൻ തന്നെയാണ്. 5ാമത്തെ പ്രസവത്തോടെ അവൻ്റെ ഭാര്യയും മരിച്ചു. വൃദ്ധൻ അല്പനേരം കിതച്ചു. കിതപ്പടക്കിയിട്ട് തുടർന്നു. പറക്കമുറ്റാത്ത 5 പെൺകുട്ടികൾ. പ്രായമായി വരുന്ന ഞാൻ. എൻ്റെ പെട്ടിയിൽ ഏതാനും ഉളികളും മുഴക്കോലും മാത്രം. പക്ഷെ ഇത്തവണ ഞാൻ തകർന്നുപോയി, തളർന്നുപോയി. ഒരംഗത്തിന് കൂടി എനിക്ക് ബാല്യമില്ല. കൈ വിറയ്ക്കും, ഉളി പാളും. അറിഞ്ഞുകൊണ്ട് ഒരു തടികഷ്ണത്തെയും ഞാൻ അപമാനിക്കില്ല. വൃദ്ധൻ്റെ കണ്ണുകൾ ഈറനായി. ശബ്ദത്തിലും നനവ് പടർന്നു. തിരക്കാത്ത സ്ഥലമില്ല, ചെയ്യാത്ത വഴിപാടുകളില്ല. പോലീസുകാരും വന്നു നായയെയും കൊണ്ട്. ഒരു രക്ഷയുമില്ല. എൻ്റെ സമ്പാദ്യം പോയ വഴിയെക്കുറിച്ചൊരു രൂപവുമില്ല. ഒരുപാട് ജ്യോത്സ്യന്മാരെ കണ്ടു, പ്രശ്നം വെച്ചു. ഇല്ല, രക്ഷയില്ല. ഒടുവിൽ ഇവിടുത്തെ സ്നേഹിതനായ ദിവാകരപ്പണിക്കരെയും കണ്ടു. അദ്ദേഹമാണ് നിർബന്ധപൂർവം ഈ കുട്ടിയെ ഒന്ന് കാണാൻ പറഞ്ഞയച്ചത്. ദിവാകരപ്പണിക്കരെന്ന് കേട്ടപ്പോൾ ഗോവിന്ദമേനോൻ ഒന്നിളകിയിരുന്നു. ദിവാകരൻ ഒരാളെ പറഞ്ഞ് ഇവിടേക്ക് വിടുകയോ? അതും മീനാക്ഷിയെ കാണാൻ? വൃദ്ധൻ പറഞ്ഞത് വിശ്വസിക്കാനായില്ല മേനോന്. അവനങ്ങനെ ഒരാളെ നിർബന്ധിച്ച് ഇവിടേക്ക് അയക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാര്യം ഉണ്ടാകണമല്ലോ. ദിവാകരൻ പറഞ്ഞുവിട്ട സ്ഥിതിക്ക് ഇദ്ദേഹത്തെ ഒരു കാരണവശാലും ഒഴിവാക്കാനും പറ്റില്ല. ദിവാകരനെ താങ്കൾ എന്നു കണ്ടു? ഇന്നലെ രാവിലെയാണ് ഇവിടെ ഞാൻ ചെന്നത്. അപ്പോൾ തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ എന്നെ ഇവിടെ എത്തിച്ചത്. ഇവിടെ കൂടി വന്നാൽ മതിയെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. ഇനി എങ്ങോട്ടും പോകേണ്ട കാര്യമില്ലത്രേ. അഥവാ പോയിട്ട് കാര്യമില്ലത്രേ. പറഞ്ഞവസാനിപ്പിച്ചതുപോലെ വൃദ്ധൻ വീണ്ടും വീശിക്കൊണ്ടിരുന്നു. ആ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോ എനിക്ക്? ബുദ്ധിമുട്ടാച്ചാ വേണ്ടതാനും. ഏതായാലും ഞാനൊന്ന് തീർച്ചയാക്കിയിരിക്കുന്നു. ഇതോടെ തിരച്ചിൽ അവസാനിപ്പിക്കുക തന്നെ. പോയതൊക്കെ പോകട്ടെ. ഈശ്വരൻ വിശ്വകർമാവിൻ്റെ ഒരനുയായിയോട് കാട്ടിയത് വിധിച്ചിട്ടുള്ളതായിരിക്കണമെന്ന് സമാധാനപ്പെടുക തന്നെ. വൃദ്ധൻ
തളർന്ന മട്ടിലൊന്ന് ചിരിച്ചു. ഗോവിന്ദമേനോന്റെ കണ്ണുകൾ അദ്ദേഹത്തിൽ തന്നെയായിരുന്നു. അപ്പോഴാണ് ചായയും കൊണ്ട് മീനാക്ഷി കടന്നു വന്നത്. ഉമ്മറത്തെത്തിയതും വൃദ്ധനെ കണ്ടതും അവളൊരു നിമിഷം സ്തബ്ധയായി. വൃദ്ധനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിമിഷങ്ങളോളം. അവളുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നിമറയുന്നത് ഗോവിന്ദമേനോൻ കണ്ടു. അദ്ദേഹത്തിനും അത്ഭുതമായി. വൃദ്ധനും മീനാക്ഷിയെ ശ്രദ്ധിച്ചു. അതുപക്ഷേ ഒരു കുട്ടിയെ ആയിരിക്കും തനിക്ക് കാണേണ്ടതെന്ന കൗതുകം കൊണ്ടായിരുന്നു. വാസുദേവൻ, വാസുദേവൻ തച്ചനല്ലേ ഇത്? ഒരുപാട് കാലമായി കാണാതിരുന്ന ഒരാളെ പെട്ടെന്ന് മുന്നിൽ കണ്ട ആവേശത്തോടെ ചായ താഴെ വച്ച് മീനാക്ഷി വൃദ്ധന്റെ അരികിലേക്ക് പാഞ്ഞു ചെന്നു. വല്ലാത്തൊരു സ്നേഹത്തോടെ ആ കരങ്ങൾ കവർന്നു. വൃദ്ധൻ ഇരുന്നിടത്തുനിന്ന് പിടഞ്ഞെണീറ്റു. മനസ്സിലായോ തച്ചനീ ശങ്കരനെ? കാലെത്രയായി ഞാനൊന്ന് കണ്ടിട്ട്. എന്നാലും എന്റെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു പെരുന്തച്ച. അവളുടെ ശബ്ദം പെട്ടെന്നു മാറി. പകരം ശങ്കരമ്മാവന്റെ ശബ്ദം ഗോവിന്ദമേനോൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം കസേരയിൽ നിന്ന് മെല്ലെ എണീറ്റു. എവിടെയോ എന്തോ കുഴപ്പങ്ങളുണ്ട്. ശങ്കരമ്മാവന് വൃദ്ധനെ നല്ല പരിചയമുണ്ട്. അദ്ദേഹം പക്ഷേ അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. എന്താണ് മറുപടി പറയേണ്ടതെന്ന് പോലും അറിയാതെ. ശങ്കരൻ എന്നൊരു പേര് ഓർമ്മയിൽ എവിടെയോ ഉണ്ട്. പക്ഷെ എവിടെ? അതും വൃദ്ധൻ ഓർക്കുന്നില്ല. മീനാക്ഷി അമിത ആഹ്ലാദവുമായി നിൽക്കുകയാണ്. പറയാൻ അവൾക്കും വാക്കുകൾ കിട്ടാതായിരിക്കുന്നു. ഓർമ്മയില്ലേ ഈ ശങ്കരനെ വാസുദേവൻ തച്ചന്? ഒരുപക്ഷെ മറന്നിട്ടുണ്ടാവാം. വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുതെന്ന ചിന്താഗതിക്കാരനായിരുന്നുവല്ലോ അന്നും നിങ്ങൾ. പക്ഷേ തെക്കേക്കളം തറവാട്ടിലെ ശങ്കരന് മറവിയില്ല. ഈ തറവാട്ടിലാരും ഉപകാരം ചെയ്തയാളെ മറക്കുകയില്ല. അരനൂറ്റാണ്ടിലേറെ കഴിഞ്ഞിട്ടും ഒറ്റ നോട്ടത്തിൽ എനിക്ക് തച്ചനെ മനസ്സിലായി. ഇപ്പോഴെൻ്റെ നാവിൽ നുറുക്കിയ കുത്തരിക്കഞ്ഞിയുടെ രുചിയും ചുട്ടരച്ച മുളകു ചമ്മന്തിയുടെ എരിവും വരുന്നു. മീനാക്ഷി ആഹ്ലാദത്തോടെ വൃദ്ധനെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അടുത്ത സോഫയിൽ അദ്ദേഹത്തിനെ പിടിച്ചിരുത്തി. തൊട്ടടുത്ത് അവളും ഇരുന്നു. ആ വൃദ്ധകരങ്ങളിൽ നിന്നവൾ അപ്പോഴും പിടിവിട്ടിരുന്നില്ല. അദ്ദേഹമാണെങ്കിൽ ആകെ അമ്പരന്ന നിലയിലും. വല്ലാതെ പരിഭ്രമിച്ചു പോയിരിക്കുന്നു. കാര്യമൊന്നും പിടികിട്ടാത്ത മട്ടിൽ ഗോവിന്ദമേനോനും ആശ്ചര്യഭാവത്തിലിരുന്നു. മീനാക്ഷിയുടെ പെരുമാറ്റം ഒട്ടൊരു കൗതുകവും ഉണ്ടാക്കി. ആകെ വിസ്മരിച്ച മട്ടിലാണവളുടെ പെരുമാറ്റം. എനിക്കങ്ങോട്ട് ഓർമ്മിക്കാൻ കഴിയുന്നില്ലല്ലോ കുട്ടി. വാസുദേവൻ എന്ന് മീനാക്ഷി പറഞ്ഞ തച്ചൻ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. ഓർക്കും, മറക്കാനിടയില്ല. അങ്ങനെ മറക്കാവുന്ന ഒരു ബന്ധമല്ല നമ്മൾ തമ്മിലുള്ളത്. മീനാക്ഷി അയാളുടെ കരം കവരുകയും തോളിൽ തലോടുകയും ഒക്കെ ചെയ്തു. വൃദ്ധന്റെ നേത്രങ്ങൾ ദൈന്യഭാവത്തിൽ ഗോവിന്ദമേനോനെയും മീനാക്ഷിയെയും മാറി മാറി ശ്രദ്ധിച്ചു. ഇതാ തച്ചൻ ഈ ചായ കുടിക്കൂ. എന്നിട്ട് സാവകാശം ഒരനൂറ്റാണ്ട് പിന്നിലേക്കൊന്ന് മനസ്സുകൊണ്ട് മടക്കയാത്ര ചെയ്ത് നോക്കിക്കേ. ശങ്കരൻ എന്നു പേരുള്ള ആരെയെങ്കിലും എന്നെങ്കിലും അക്കാലത്ത് പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന്. മീനാക്ഷി കണ്ണുകളിറക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനാകുന്നത് കണ്ടു. എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടാത്തതുപോലെ. തോറ്റോ വാസുദേവൻ? പൊട്ടിച്ചിരിച്ചുകൊണ്ട് മീനാക്ഷി ചോദിക്കുന്നു. അദ്ദേഹത്തിന് തല കുലുക്കാനേ കഴിഞ്ഞുള്ളൂ. തോൽവി സമ്മതിച്ചുകൊണ്ടുള്ള തലകുലുക്കൽ. എങ്കിൽ ഇതൊന്ന് ഓർത്തു നോക്കിക്കേ. പഴയ സംഭവങ്ങൾ അടുക്കോടെ വിസ്തരിക്കാൻ തുടങ്ങി മീനാക്ഷി. അക്കാലത്തെ ഒരു സന്ധ്യ. ദീപാരാധന കഴിഞ്ഞ സമയം. ആളുകളെല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞ ക്ഷേത്രത്തിലും ആൽത്തറയിലും മുനിഞ്ഞു കത്തുന്ന ഏതാനും വിളക്കുകൾ മാത്രം. തികച്ചും വിജനമായ ഭാഗത്ത് പക്ഷേ ആൽത്തറയിൽ അപ്പോഴും ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് പോകാൻ ഇടമുണ്ടായിരുന്നില്ല. പകലത്തെ നടപ്പിൻ്റെ ക്ഷീണം. പകൽ യാതൊന്നും കഴിച്ചതുമില്ല. അവശനായ ആ മനുഷ്യൻ്റെ അന്നത്തെ അവസാനത്തെ ആശ്രയമായിരുന്നു ആ ക്ഷേത്രം. ദീപാരാധനയ്ക്ക് മുൻപേ അവിടെ എത്തിയതിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. നിവേദിച്ചോറിൽ നിന്ന് ഇത്തിരി കിട്ടിയേക്കുമെന്ന പ്രതീക്ഷ. തീർത്ഥം വാങ്ങി ഒരു കവിൾ കുടിച്ചു. ആ രാത്രി എങ്ങോട്ട് നടന്നതുകൊണ്ടും പ്രയോജനമുണ്ടായിരുന്നില്ല. കയ്യിലെ ഭാണ്ഡം തലയിണയാക്കി ആൽത്തറയിൽ തന്നെ കിടക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു
ദൈവദൂതനെപ്പോലെ ഒരു ചെറുപ്പക്കാരൻ്റെ വരവ്. കയ്യിലൊരു തുണിസഞ്ചിയും മുഴക്കോലും. പണി കഴിഞ്ഞ് അല്പമൊന്ന് മിനുങ്ങിയിട്ടാണ് വരവെന്ന് വ്യക്തം. ആൽത്തറയ്ക്ക് മുന്നിലെ വെട്ടുവഴിയിലൂടെ ഒരു മൂളിപ്പാട്ടും പാടി നടന്നു നീങ്ങിയ ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് നിന്നു. ആൽത്തറയിൽ കിടക്കുന്നയാൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പക്കാരനടുത്തു വന്ന് ആപാദചൂടമൊന്നു നോക്കി. പരദേശിയാണെന്ന് തോന്നുന്നു എന്നയാൾ പിറുപിറുത്തത് വ്യക്തമായി കേട്ടു. പിന്നെ താൽപ്പര്യത്തോടെയുള്ള അന്വേഷണം. എന്താ ഇവിടെ? എവിടെ പോകാനാ? രാത്രിയിൽ നല്ല മഞ്ഞു പെയ്യും. അല്ലെങ്കിൽ തന്നെ ഇവിടെ കിടക്കുന്നത് അത്ര പന്തിയല്ല. ആൽത്തറയിൽ കിടന്നിരുന്ന മനുഷ്യൻ മെല്ലെ എഴുന്നേറ്റിരുന്നു. മറ്റെവിടെയും പോകാനില്ല സ്നേഹിത. ഈ സ്ഥലം ഒട്ടും പരിചയവുമില്ല. നിങ്ങൾ ഊഹിച്ചത് ശരിയാ. ഞാനൊരു പരദേശിയാ, ദേശാന്തര ഗമനം നടത്തുന്ന സഞ്ചാരി. വിശപ്പകറ്റാൻ ഇത്തിരി ഭക്ഷണം കിട്ടുമെന്ന് കരുതിയാണ് ഇവിടെ വന്നത്. കിട്ടിയില്ല. സാരമില്ല, യാത്ര രാവിലെയാകാമെന്ന് കരുതി. തന്നോളം പ്രായമില്ലാത്ത ചെറുപ്പക്കാരനോട് സത്യം തുറന്നു പറയാൻ അവശനായ ആ മനുഷ്യന് ഒട്ടും മടി തോന്നിയില്ല. ചെറുപ്പക്കാരൻ കുശലാന്വേഷണം തുടർന്നു. നാടും വീടുമൊക്കെ തിരക്കി. മുഴുവൻ കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിലും കുറേയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് മറുപടി നൽകി. ആൾ കുഴപ്പക്കാരനല്ലെന്ന് ബോധ്യമായതുകൊണ്ടാവാം ചെറുപ്പക്കാരൻ പറഞ്ഞു. നല്ല വിശപ്പ് കാണും. ഇവിടെ അടുത്തെങ്ങും ഒരു ചായക്കട പോലുമില്ല. ദരിദ്രനാണ് ഇവിടുത്തെ ദേവൻ. നിത്യനിദാനങ്ങൾ വല്ല വിധേനയും നടക്കുന്നുവെന്നു മാത്രം. ഒരു കാര്യം ചെയ്യാം. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. വീട്ടിൽ കഞ്ഞി ഉണ്ടാകും. ഒരാൾക്ക് കൂടി അത് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വിരോധമില്ലെങ്കിൽ എൻ്റെ കൂടെ വരാം. കൊച്ചു വീടാണ് എൻ്റേത്. തഴപ്പാ തരാം. തിണ്ണയിൽ കിടന്നുറങ്ങാം. ഈശ്വരൻ തൻ്റെ മുന്നിൽ അവതരിച്ചതുപോലെയാണ് ആൽത്തറയിലിരുന്ന ആ മനുഷ്യൻ അപ്പോൾ തോന്നിയത്. ദരിദ്രമായ ആ ക്ഷേത്രത്തിലെ ദേവന് മനസ്സാ നന്ദി പറഞ്ഞുകൊണ്ട് അയാൾ ആ ചെറുപ്പക്കാരൻ്റെ പിന്നാലെ നടന്നു. ഓലമേഞ്ഞ ഒരു കൊച്ചു വീടിന് മുന്നിൽ അവർ എത്തി. ഇതാണ് എൻ്റെ വീട്. വീട്ടുകാരെ വിളിക്കുന്നതിനിടയിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. ഉമ്മറത്ത് ചെറിയൊരു നിലവിളക്ക് കത്തി നിന്നിരുന്നു. വാതിൽ തുറക്കപ്പെട്ടു. ചെറുപ്പക്കാരൻ അകത്തേക്ക് കയറി. തൊട്ടു പിന്നാലെ ഒരു യുവതിയും 2 കുട്ടികളും പുറത്തേക്ക് വന്ന് എത്തി നോക്കിയിട്ട് പോയി. 10 നിമിഷം പോലും എടുത്തില്ല. ആ ചെറുപ്പക്കാരൻ ആഹാരം കഴിക്കാൻ വിളിച്ചു. ആതിഥ്യമര്യാദ അറിയാവുന്ന ചെറുപ്പക്കാരൻ. ആ വീട്ടുകാരുടെ സ്നേഹപൂർണമായ പെരുമാറ്റം. ഏതോ ഒരു പരദേശിക്ക് വെറുതെ ദാനം ചെയ്യുകയാണെന്ന തോന്നൽ പോലും അവരുടെ പെരുമാറ്റത്തിലുണ്ടായിരുന്നില്ല. വേണ്ടപ്പെട്ട ആർക്കോ വെച്ചു വിളമ്പിക്കൊടുക്കുന്ന ഒരു മനോഭാവം. പിറ്റേന്നു തന്നെ അയാൾ ആ കുടുംബത്തോട് യാത്ര പറഞ്ഞു. വീണ്ടും യാത്ര. യാത്രകളിൽ നിന്ന് യാത്രകളിലേക്ക്. 7-8 കൊല്ലങ്ങൾക്ക് ശേഷം ആ ചെറുപ്പക്കാരനെ കാണാൻ തന്നെ അയാൾ ആ നാട്ടിലെത്തുന്നു. വീടു തേടി ചെല്ലുന്നു. വല്ലാത്തൊരു ദുഃഖാവസ്ഥയിലായിരുന്നു ആ ചെറുപ്പക്കാരനപ്പോൾ. മൂത്ത മകൾ രോഗബാധിതയായി തുടങ്ങിയിട്ട് മാസങ്ങളായത്രേ. കൊടുക്കാത്ത മരുന്നുകളില്ല, കാണിക്കാത്ത വൈദ്യന്മാരില്ല. പക്ഷേ രോഗത്തിന് തെല്ലും ശമനമുണ്ടായില്ല. ആ കുടുംബത്തിൻ്റെ കണ്ണീരിന് മുന്നിൽ അയാൾ ഒരു നിമിഷം വിഷമിച്ചു. ഈശ്വരനാണ് തന്നെ ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചതെന്ന് അയാൾക്ക് തോന്നി. കുട്ടിയെ ഞാനൊന്ന് കണ്ടോട്ടെ? അയാൾ ചോദിച്ചു. 8 വർഷം മുൻപ് തന്നെ കൗതുകത്തോടെ വീക്ഷിച്ച ആ 5 വയസ്സുകാരി വളർന്നിരിക്കുന്നു. അതിലേറെ തളർന്നിരിക്കുന്നു. എങ്കിലും അവളുടെ കണ്ണുകളിൽ തിരിച്ചറിവിൻ്റെ തിളക്കം. ഓർക്കുന്നുവോ എന്നെ? അയാൾ ചോദിച്ചു. അവൾ ദൈന്യത്തോടെയാണെങ്കിലും തലയാട്ടി. വാസു, അന്നത്തെ ആ ആഹാരത്തിൻ്റെ രുചി ഇന്നും ഞാൻ മറന്നിട്ടില്ല. അതൊരിക്കൽ കൂടി ഇവിടെ നിന്നെനിക്ക് കഴിക്കണം. ഇന്നല്ല. അതുണ്ടാക്കി തരേണ്ടത് ഇതാ ഇവളാണ്. ഇവൾ നാളെ മുതൽ എണീറ്റ് നടക്കാൻ പോവുകയാണ്. അയാൾ പറഞ്ഞത് വാസുദേവന് മനസ്സിലായില്ലെന്ന് വ്യക്തം. അപ്പോഴൊന്നും വിശദീകരിക്കാൻ അയാൾ മുതിർന്നുമില്ല. കഴിഞ്ഞ 8 വർഷങ്ങൾ കൊണ്ട് താൻ വൈദ്യത്തിൽ നേടിയ അറിവും തൻ്റെ മാന്ത്രിക സിദ്ധിയും ഒന്ന് പരീക്ഷിക്കാൻ തന്നെയായിരുന്നു അയാളുടെ തീരുമാനം. ഭാണ്ഡം തുറന്ന് കുറച്ച് പച്ചിലകൾ കയ്യിലെടുത്തു. അത് കയ്യിലിട്ട് തിരുമ്മി പദം വരുത്തി ചാറാക്കി. ആ പച്ചില നീർ പെൺകുട്ടിയുടെ നെറുകയിലും
തിരുനെറ്റിയിലും തൊണ്ടക്കുഴിയിലും മർമ്മസ്ഥാനങ്ങളിലും തൊടിയിച്ചു. 3 തവണ നാസികാഗ്രത്തിൽ വെച്ച് ഗന്ധം ആവാഹിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴൊക്കെ ഉള്ളിൽ ധന്വന്തര മന്ത്രം ആവർത്തിച്ചുകൊണ്ടിരുന്നു. വാസുവും ഭാര്യയും അത്ഭുതത്തോടെ കട്ടിലിനരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതാനും തുള്ളികളെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ആ പച്ചിലച്ചാറിൻ്റെ ഗന്ധം മുറിയിൽ വ്യാപിച്ചു. പെൺകുട്ടി മോഹാലസ്യപ്പെട്ടതുപോലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൾ ഉറങ്ങിക്കൊള്ളട്ടെ വാസു, ഉറക്കം കഴിഞ്ഞ് തനിയെ എണീറ്റ് വന്നോട്ടെ. ഭാണ്ഡം മുറുക്കി ഉമ്മറത്തേക്ക് നടന്നുകൊണ്ട് അയാൾ പറഞ്ഞു. വാസുവിന് അതത്ര വിശ്വാസമായില്ലെന്ന് തീർച്ച. 3 മാസമായി കട്ടിലിൽ നിന്ന് എണീക്കാനാവാതെ കിടക്കുന്ന കുട്ടിയാണ്. ഉമ്മറത്തിരുന്ന വാസുവിനോട് അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നു. വാസുവിന് പറയാൻ മകളുടെ അസുഖക്കാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകളിലേക്ക് മാത്രം അയാളുടെ എല്ലാ ചിന്തകളും ഒതുങ്ങിയിരിക്കുന്നു. 2.5-3 മണിക്കൂറുകൾ കടന്നു പോയിരിക്കണം. ഒരാഹ്ലാദ ശബ്ദം കേട്ടു മുറിക്കുള്ളിൽ. അത് വാസുവിൻ്റെ ഭാര്യയുടെ ആഹ്ലാദ ശബ്ദമായിരുന്നു. വാസു ചാടിപ്പിടഞ്ഞെണീറ്റു. അയാൾ സൗമ്യമായി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അവരുടെ മുഖം ഉമ്മറത്തേക്ക് നീണ്ടു. ദേ, നമ്മുടെ മോൾ എണീറ്റു. അവൾ തനിയെ അടുക്കളയിലേക്ക് വന്നു. വിശ്വസിക്കാനായില്ല വാസുവിന്. പക്ഷേ പെൺകുട്ടി ഉമ്മറത്തേക്ക് ഇറങ്ങി വരിക കൂടി ചെയ്തപ്പോൾ വാസു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ കാൽക്കലേക്ക് വീണു. ഒരിക്കലും ഇനി എണീറ്റ് നടക്കില്ലെന്ന് കരുതിയ തൻ്റെ മകൾക്ക് പുനർജന്മമാണ് ലഭിച്ചിരിക്കുന്നത്. അതിന് കാരണക്കാരനായ മനുഷ്യനെ എത്ര ആദരിച്ചാലാണ് മതിയാവുക? അന്നത്തെ അപരിചിതനായ മനുഷ്യൻ ഞാനായിരുന്നു വാസുദേവ, ഈ ഞാൻ. തെക്കേക്കളം തറവാട്ടിലെ ഈ ശങ്കരൻ. മറ്റേയാൾ താനായിരുന്നുവെന്ന് ഇനി ഞാൻ പറയണോ? നിറഞ്ഞ അമ്പരപ്പിൻ്റെ നിശ്ചലതയിലായിരുന്നു വൃദ്ധൻ. അയാളെ നേരത്തെ വിറയിൽ ബാധിച്ചിരിക്കുന്നു. ഇതെങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതിരിക്കും. അന്നത്തെ ആ ശങ്കരൻ നായർ താനാണെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഗോവിന്ദമേനോനും ആശ്ചര്യമായിരുന്നു. ഇനിയിപ്പോൾ താൻ ഇവിടെ എന്നെ തേടി വന്ന കാര്യം, അതും ഞാൻ പരിഹരിച്ചു തരാം. വാസുവിന് ആവശ്യം വന്നാൽ അത് ഞാനല്ലാതെ ആരാ പരിഹരിച്ചു തരേണ്ടത്? ഇങ്ങനെ പറഞ്ഞ് മീനാക്ഷി അകത്തേക്ക് കുതിച്ചു. വൈകാതെ തിരിച്ചെത്തുകയും ചെയ്തു. അപ്പോൾ അവളുടെ കയ്യിൽ ഒരു കടലാസ് ഉണ്ടായിരുന്നു. അതിൽ പെൻസിൽ കൊണ്ട് കോറി വരച്ച ഒരാളുടെ മുഖത്തിൻ്റെ ചിത്രം. ഇതാ വാസു, കൊച്ചുമകളുടെ സ്ത്രീധനം അടിച്ചു മാറ്റിയത് ഇവനാണ്. ഇവനെ പിടികൂടിക്കൊള്ളൂ. നഷ്ടപ്പെട്ടതത്രയും വാസുദേവൻ തച്ചന് തിരികെ ലഭിക്കും. മകളുടെ മംഗല്യം കേമമായി തന്നെ നടത്തുക. മീനാക്ഷി ചിത്രം വൃദ്ധനു നേരെ നീട്ടി. ആ ചിത്രത്തിലേക്ക് നോക്കിയ വൃദ്ധൻ നടുങ്ങി.